ഹലോ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചേഞ്ചിങ് നേച്ചർ ഓഫ് സോഫ്റ്റ്വെയർ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്താണെന്നായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി ജസ്റ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൻ്റെ ഡെഫിനിഷൻ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ വാട്ട് ഇസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സിസ്റ്റമാറ്റിക്, ഡിസിപ്ലിൻഡ് ആൻഡ് ക്വാണ്ടിഫയബിൾ അപ്രോച്ച് for the development, operation and maintenance of software. So that is what software engineering. Okay, ഇനി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക്കിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ചേഞ്ചിങ് നേച്ചർ ഓഫ് സോഫ്റ്റ്വെയർ. ഓക്കെ, we know that over the years the nature of software has changed a lot. We have main 7 broad categories of software. That is, the first one we already discussed. That is system software. Then second one is application software. And third one is engineering and scientific software. Then next is embedded software. Then fifth one is business software. Then sixth one is web-based software. And the last one is artificial intelligence. Artificial intelligence software. ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ. ചേഞ്ചിങ് നേച്ചർ ഓഫ് സോഫ്റ്റ്വെയറിൽ നമ്മൾ പഠിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ഇതിൽ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോസിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് സയന്റിഫിക് സോഫ്റ്റ്വെയർ ആണ്. അതെന്താന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എഞ്ചിനീയറിംഗ് ആൻഡ് സയന്റിഫിക് സോഫ്റ്റ്വെയർ. എഞ്ചിനീയറിംഗ് ആൻഡ് സയന്റിഫിക് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് സോഫ്റ്റ്വെയർ ഇസ് യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് ദ എഞ്ചിനീയറിംഗ് ഫങ്ഷൻസ് ആൻഡ് ടാസ്ക്. സോ എഞ്ചിനീയറിംഗ് ആൻഡ് സയന്റിഫിക് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് സോഫ്റ്റ്വെയർ ഇസ് യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് the engineering functions and task. Facilitate the engineering functions and task. ഇതാണ് നമ്മൾ എഞ്ചിനീയറിംഗ് ആൻഡ് സയന്റിഫിക് സോഫ്റ്റ്വെയറിൽ മെയിൻ ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ CAD. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. അതായത് നമ്മൾ ഡിസൈൻ പേർപ്പസിന് ഇപ്പോൾ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ഒക്കെ ഡിസൈൻ ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് CAD ആണ്. CAD സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൂൾസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് സിവിൽ എഞ്ചിനീയറിംഗിലൊക്കെ എപ്പോഴും നമ്മൾ CAD യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എഞ്ചിനീയറിംഗ് ആൻഡ് സയന്റിഫിക് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നതിൽ പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എംബഡഡ് സോഫ്റ്റ്വെയർസ് ആണ്. സോ നെക്സ്റ്റ് വൺ ഇസ് എംബഡഡ്. ഇതിന് CAD ആണ് എക്സാമ്പിൾ, CAD. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് എംബഡഡ് സോഫ്റ്റ്വെയർ. സോ വാട്ട് ഇസ് എംബഡഡ് സോഫ്റ്റ്വെയർ? This software resides within a product or system. Embedded software is nothing but the software reside within a product or system and is used to implement and control features and functions for the end user and for the system itself. Okay, ഒരു എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
ഒരു പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ എംബഡ് ചെയ്തിട്ടുണ്ടാവും, അതിൽ തന്നെ ബിൽറ്റ് ചെയ്തിട്ടുണ്ടാവും. മൈക്രോ കൺട്രോളർ ഒക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ എംബഡഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിജിറ്റൽ ഫങ്ഷൻസ് ഇൻ ഓട്ടോമൊബൈൽസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫ്യൂവൽ കൺട്രോൾസും ഡാഷ്ബോർഡ് ഡിസ്പ്ലേസും അതുപോലെ തന്നെ കാറിലെ എയർ ബാഗ്സും ഇതൊക്കെ എന്താണ് എംബഡഡ് സിസ്റ്റം. എന്തിനു പറയുന്നത്, നമ്മുടെ വാഷിംഗ് മെഷീൻ ഇതൊരു എംബഡഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. എയർ ബാഗ്സ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, എംബഡഡ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, കാറിൽ ഓട്ടോമൊബൈൽ ഫംഗ്ഷനാലിറ്റീസ് മോസ്റ്റ്ലി നമ്മൾ എംബഡഡ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ബിസിനസ് സോഫ്റ്റ്വെയർസ് ആണ്. ബിസിനസ് സോഫ്റ്റ്വെയർ എന്താണ്? ബിസിനസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ടു പ്രോസസ് ബിസിനസ് ആപ്ലിക്കേഷൻസ്. ബിസിനസ് ആപ്ലിക്കേഷൻസ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് എന്ത്, നമ്മുടെ ബിസിനസ് സോഫ്റ്റ്വെയർസ്. മെയിൻലി നമുക്ക് പേറോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പേറോൾ, ദെൻ അക്കൗണ്ട് മാനേജ്മെന്റ്, then employee management, ഇതൊക്കെ എന്താണ് നമ്മുടെ ബിസിനസ് ആപ്ലിക്കേഷൻ എക്സാമ്പിൾ ആണ്. എന്താണ് ഈ പേറോൾ? ഇതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും സംശയമുള്ള ഒരു ടേം. പേറോൾ കേട്ടിട്ടുണ്ടോ? വാട്ട് ഈസ് പേറോൾ എന്ന്? പേറോൾ സോഫ്റ്റ്വെയർ ഇസ് ആൻ ആപ്ലിക്കേഷൻ യൂസ്ഡ് ടു മാനേജ്, ഓർഗനൈസ് ആൻഡ് ഓട്ടോമേറ്റ് ദ എംപ്ലോയി പേയ്മെന്റ്. ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ എംപ്ലോയേഴ്സിന്റെ പേയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമുക്ക് പേറോൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് എങ്ങനെ സ്മോൾ ഇൻഡസ്ട്രിയിലാണെങ്കിലും ശരി, ലാർജ് കോർപ്പറേഷൻസിലാണെങ്കിലും നമുക്ക് പേയ്മെന്റ്, എംപ്ലോയിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, പേയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ പേറോൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് പേറോൾ. പേറോൾ എന്ന് പറയുന്നത് ബിസിനസ് ആപ്ലിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് നമ്മുടെ ബിസിനസ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് വരുന്നത്, നമ്മുടെ വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ എന്താണ്? വളരെ സിമ്പിൾ ആണ്. സോഫ്റ്റ്വെയർ റിലേറ്റഡ് ടു വെബ് ആപ്ലിക്കേഷൻ കം അണ്ടർ ദിസ് കാറ്റഗറി. സോഫ്റ്റ്വെയർ റിലേറ്റഡ് ടു വെബ് ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ എന്തിൽ വരുന്നുണ്ടോ? വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർസിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി എന്താ, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിക്ക് പറയാം, വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ യു യൂസ് ഓവർ ദ ഇന്റർനെറ്റ് വിത്ത് എ വെബ് ബ്രൗസർ. നമ്മുടെ ജിമെയിലും യാഹുവും അതേപോലെ തന്നെ ഹോട്ട്മെയിൽസും ഇതൊക്കെ എന്താണ് നമ്മുടെ വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾസ് ആണ്. ജിമെയിൽ, ഹോട്ട്മെയിൽ ഇതൊക്കെ എന്താ വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾസ് ആണ്. ഇന്റർനെറ്റ് അല്ലെങ്കിൽ ബ്രൗസർ യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ നോളജ് ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം. ഓക്കെ, നോളജ് ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം ബേസ്ഡ് ആയിരിക്കും. മെയിൻലി യൂസ്ഡ് ഫോർ നമ്മുടെ കോംപ്ലക്സ് പ്രോബ്ലംസിലാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെയിൻലി യൂസ് ചെയ്യുന്നത്. നിങ്ങൾ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ നമ്മുടെ ഈ പാറ്റേൺ റെക്കഗ്നേഷൻ, അതേപോലെ തന്നെ എന്താ ഗെയിം പ്ലേയിങ്. അതേപോലെ തന്നെ തിയറം പ്രൂവിങ്. ഇതിനൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൈപ്പ് സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പം നമ്മൾ ചേഞ്ചിങ് നേച്ചർ ഓഫ് സോഫ്റ്റ്വെയറിൽ മെയിൻ ആയിട്ട് കാറ്റഗറീസ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, എഞ്ചിനീയറിംഗ് ആൻഡ് സയന്റിഫിക് സോഫ്റ്റ്വെയർ, എംബഡഡ് സോഫ്റ്റ്വെയർ, ബിസിനസ് സോഫ്റ്റ്വെയർ, വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ, then the last one is artificial intelligence software. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ, ചേഞ്ചിങ് നേച്ചർ ഓഫ് സോഫ്റ്റ്വെയറിൽ ഉള്ളത്. ഇതിൽ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്തായിരുന്നു? വാട്ട് ഇസ് സിസ്റ്റം സോഫ്റ്റ്വെയർ? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എഞ്ചിനീയറിംഗ് ആൻഡ് സയന്റിഫിക് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫംഗ്ഷൻസ് ആൻഡ് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എഞ്ചിനീയറിംഗ് ആൻഡ് സയന്റിഫിക് സോഫ്റ്റ്വെയർ. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. CAD. ദെൻ എംബഡഡ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ ഫംഗ്ഷൻസ് ഇൻ എൻ ഓട്ടോമൊബൈൽ, ഫ്യൂവൽ ഡിറ്റക്ഷൻ, ഡാഷ്ബോർഡ് ഡിസ്പ്ലേസ്, ഇതൊക്കെ നമ്മുടെ എംബഡഡ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. വാട്ട് ഇസ് എംബഡഡ് സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ റിസൈഡ് വിത്തിൻ എ പ്രോഡക്റ്റ് ഓർ സിസ്റ്റം. ദാറ്റ് ഇസ് what embedded software. Okay, then come to the business software. business related ആയിട്ടുള്ള എല്ലാ പ്രോസസ്സും ബിസിനസ് ആപ്ലിക്കേഷൻസിൽ വരുന്നതാണ്. സോഫ്റ്റ്വെയർ ഡിസൈൻ ടു പ്രോസസ് ബിസിനസ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, സോഫ്റ്റ്വെയർ ഡിസൈൻ ടു പ്രോസസ് ബിസിനസ് ആപ്ലിക്കേഷൻസ്, ദാറ്റ് ഇസ് എന്താ? ബിസിനസ് സോഫ്റ്റ്വെയർ. ദെൻ നെക്സ്റ്റ് ഇസ് വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ. വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ എന്താ? സോഫ്റ്റ്വെയർ റിലേറ്റഡ് ടു വെബ് ആപ്ലിക്കേഷൻസ് കം അണ്ടർ ദിസ് web-based software. Then last one is artificial intelligence software. This is mainly knowledge-based expert system. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ചേഞ്ചിങ് നേച്ചർ ഓഫ് സോഫ്റ്റ്വെയർസിൽ പറയാനുള്ളത്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.